അനിൽ ഇമ്മാനുവൽ പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ശ്രീ അനിൽ ഇമ്മാനുവൽ, താങ്കളുടെ ഈ പോരാട്ടം അതിപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നത് തന്നെ വർഷങ്ങൾക്ക് മുൻപാണ് ആന്റണി രാജു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണവും വിചാരണയും ഇത്രമാത്രം നീണ്ടുപോയത്? അതുകൊണ്ടുള്ള ഗുണമുണ്ടായത് ആന്റണി രാജുവിന് തന്നെയാണ്. MLA ആയിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞു. എന്താണ് ഇത്രയും താമസമുണ്ടാകാനുള്ള കാരണങ്ങൾ? താങ്കൾ ഈ കേസിന് പിന്നാലെ ഉണ്ടായിരുന്നയാളാണല്ലോ. അത് പോലീസ് സംവിധാനത്തിന്റെയും കോടതികളുടെയും പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. കാരണം 1990 ഈ സംഭവം ഉണ്ടാകുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതിനുശേഷം 94 ഇത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ഈ തൊണ്ടി വസ്തുവിൽ തിരിമറി നടന്നിട്ടുണ്ട് വ്യക്തമായതിനെ തുടർന്നാണ് 94 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളം അന്വേഷിച്ച ശേഷമാണ് നമ്മുടെ പോലീസ് തന്നെ, കേരള പോലീസ് തന്നെ ഇത് കേസിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളി അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും 2005 TP സെൻകുമാർ സൗത്ത് സോൺ IG ആയി വരുമ്പോൾ അദ്ദേഹം മുൻകൈയെടുത്താണ് ഇതിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് തുടരന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിലാണ് ഇതിൽ ഈ 2 പ്രതികളാണുള്ളതെന്ന് കണ്ടെത്തുന്നത്. അതായത് കോടതിയിലെ തൊണ്ടി ക്ലർക്കായിരുന്ന KS ജോസിന്റെ കയ്യിൽ നിന്ന് ഈ തൊണ്ടി വസ്തു വാങ്ങിക്കൊണ്ടുപോയി തിരുമല നടത്തിയ ആന്റണി രാജു 2ാം പ്രതി. ഇങ്ങനെ 2 പേരെ പ്രതി ചേർത്താണ് കോടതി ഇത് കൊടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പൊ പറഞ്ഞതുപോലെ അതിന് മുൻപ് തന്നെ ഈ 2006 TP സെൻകുമാർ പ്രതി അന്വേഷണത്തിന് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇന്റർപോളിന്റെ കത്ത് കേരള പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ 91 ഇവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ അണ്ടർവെയർ ഇട്ട് നോക്കി പാകമാകുന്നില്ല എന്നതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് വിട്ടയക്കപ്പെട്ട പ്രതി ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ ശേഷം അവിടെ മറ്റൊരു കേസിൽ പ്രതിയായി, കൊലക്കേസിൽ പ്രതിയായി അവിടെ ജയിലിലുണ്ടായിരുന്ന സഹതടവുകാരനോട് ഞാനിങ്ങനെ കേരളത്തിലൊരു കേസിൽ അകപ്പെട്ടിരുന്നു, പക്ഷേ കോടതി ക്ലർക്കിന് കാശ് കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ മൊഴി അവിടുന്ന് അവർ രേഖപ്പെടുത്തി ഇന്റർപോൾ മുഖേന കേരള പോലീസിന് എത്തിച്ചിരുന്നു. അതും കയ്യിൽ വെച്ചുകൊണ്ടാണ് കേരള പോലീസ് തെളിവൊന്നുമില്ല, പ്രതിയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് കേസ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TP സെൻകുമാർ 2006 വന്ന് പുതിയ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ആ അന്വേഷണത്തിൽ വരെ 2 പേരെ പ്രതി ചേർത്ത് 2006 കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്നത്. ഈ കോടതിയിൽ കൊടുത്ത ശേഷമാണ് 16 വർഷം അനക്കമില്ലാതെ ഇരുന്നത്. 8 വർഷം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലിരുന്നു, അതിനുശേഷം 8 വർഷം നെടുമങ്ങാട് കോടതിയിലിരുന്നു. ഈ സമയത്തല്ല, ഈ 2022 അതായത് വഞ്ചൂർ കോടതിയിൽ 8 വർഷം കഴിഞ്ഞ് നെടുമങ്ങാട് കോടതിയിൽ അത് 8 വർഷം ആകാറാകുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇതില് ഇത്രയും വർഷം ഈ 16 വർഷം ഇരിക്കുമ്പോൾ പലപ്പോഴും പ്രതികൾ ഹാജരാകാറില്ലാഞ്ഞിട്ട് പോലും ഒരൊറ്റ തവണ പോലും ഒരു വാറന്റ് പോലും കോടതിയിൽ നിന്ന് ഈ പ്രതികൾക്ക് പോയിട്ടില്ല. എന്ന് വെച്ചാൽ കോടതികൾ അസാധാരണമായ സൗമനസ്യം ഈ പ്രതികളൊന്ന് കാണിച്ചോ എന്നാണ് എനിക്ക് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് എന്റെ രേഖകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. 2014 മുതൽ 2022 വരെയായി 22 തവണ കേസ് വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രതികൾ ഹാജരായിട്ടില്ല, ചിലപ്പോൾ ഒരു പ്രതി മാത്രം ഹാജരായിട്ടുണ്ട്, അല്ലെങ്കിൽ വക്കീൽ ഹാജരാകുന്നു. ആരും ഹാജരാകാതെ തന്നെ പലതവണ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അത് നിങ്ങൾക്കാണെങ്കിൽ ഇനി ഇപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ ഈ കേസിന്റെ കുറ്റപത്ര ക്രൈം നമ്പർ കൊടുത്തിട്ട് ഈ കോഴ്സിൽ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് ആദ്യം ഇത് പരിശോധിക്കുന്നത്. ഈ കേസിന്റെ നാൾവഴികളെല്ലാം അതിൽ നിന്ന് കിട്ടും, ഇപ്പോഴും കിട്ടും. അപ്പോൾ അങ്ങനെ അത്തരം കാര്യം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾക്ക് വേണ്ടി ശ്രമം തുടങ്ങുന്നത്. രേഖകൾ പിന്നീട് വലിയ നടപടിക്രമം കൂടുതലാണ് രേഖകൾ കിട്ടുന്നത്. ഞാൻ പറയുന്നത് ഈ 2 പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അല്ലാതെ കുറ്റകരമായ അനാസ്ഥ എന്ന് തന്നെ പറയാം. കാരണം പോലീസ് സംവിധാനത്തിന് തന്നെ കളങ്കമായ ഒരു കാര്യമാണ്. രണ്ടാമത് കോടതികളുടെ ഭാഗത്ത് കോടതി ഇത്രയേറെ മോക്കറിയാക്കിയ അപഹാസ്യമാക്കിയ ഒരു കേസ് വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് അതിനനുസരിച്ചുള്ള താല്പര്യമുണ്ടായത് സുപ്രീം കോടതിയിൽ എത്തുന്നതുവരെ ഈ വിഷയം 2024 സുപ്രീം കോടതിയിൽ എത്തുന്നതുവരെ വേണ്ട ജാഗ്രത ഇക്കാര്യത്തിൽ കോടതിയുടെ ജുഡീഷ്യൽ. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആന്റണി രാജു ഇന്ന് പറയുന്നത് 2002 അന്ന് AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്ത് അന്ന് LDF-കാരൻ തന്നെയായിരുന്നു ആന്റണി രാജു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയതാണ് ഈ കേസിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. അതായത് ആന്റണി രാജു അന്ന് പ്രതിപട്ടികയിലേക്ക് വന്നില്ല, പിന്നെ എവിടെയോ വെച്ചത് രാഷ്ട്രീയമായിട്ട് തിരികുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോഴും അത് ഈ പിടിവള്ളിയായി കാണുന്നത് 2002 റിപ്പോർട്ടാണ്.
രാഷ്ട്രീയമായ ഇടപെടലുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് എന്നെ സംബന്ധിച്ച് പറയാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ മുമ്പിൽ തെളിവുകളായിട്ട് വന്നിട്ടുള്ള രേഖകൾ നിങ്ങൾ വരുന്നൊരു കാര്യമല്ല അത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓഫ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ ആരോപണമായിട്ട് ഉന്നയിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ ഈ കേസിനെ ഇതുവരെ ഫോളോ ചെയ്തത് ഇതിൽ ഈ 30 വർഷത്തെ രേഖകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായിരുന്നു. ആ രേഖകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി അതിൽ ഇടപെടൽ ഉണ്ടാകാം എന്ന് ന്യായമായി ഉണ്ടായിരുന്നു എന്ന് ന്യായമായും അനുമാനിക്കാം. കാരണം ഈ ക്രൈം നടക്കുന്ന പ്രദേശത്തിന്റെ കൂടി MLA ആയിരുന്നു ആന്റണി രാജു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലും നേതാക്കളുടെ മേലും ഒക്കെ സ്വാധീനം ചെലുത്താൻ അയാൾക്ക് കഴിയുമെന്ന് സാമാന്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതുണ്ടായി കാണാം. പക്ഷെ ഞാൻ പറയുന്നത് കേസിന്റെ മെറിറ്റ് പരിഗണിച്ചിട്ടാണ് ഞാനിതിന് പിന്നാലെ അന്വേഷിച്ചതും പിന്നീട് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, 2005-ൽ ഉമ്മൻചാണ്ടി സർക്കാർ ആ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത ആ സമയത്ത് പെട്ടെന്നൊരു പുനരന്വേഷണത്തിലേക്ക് പോവുകയായിരുന്നുവെന്ന്. അവിടെയും അറിയാമല്ലോ, അവിടെ ആന്റണി രാജു ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായി എന്നാണ്. എന്നിട്ട് ഉടൻ പ്രതിയാകുന്നു. നമുക്ക് ഈ ഒരു കോടതി ശിക്ഷ വിധിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നതിൽ ഇനി യുക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ രാഷ്ട്രീയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത് പ്രധാനമാണല്ലോ. കോടതി അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കേസാണിത്. അതിൽ വളരെ കൃത്യമായി തെളിവുകൾ അനലൈസ് ചെയ്ത് തന്നെയാണ് കോടതി വന്നിരിക്കുന്നത്. ഒരു വർഷം നീണ്ട വിചാരണയാണ്. അതിനൊടുവിൽ ഞാൻ ഒരു ഒറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. ഈ കേസിലെ 2ാം പ്രതി ഇതില് ഈ രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് തന്നെ കുരുക്കിയെന്ന് അദ്ദേഹം എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട്. ആ പ്രതി ഈ കോടതിയിൽ നിന്ന് ഈ തൊണ്ടി വസ്തുവായ അടിവസ്ത്രം ഒപ്പിട്ട് വാങ്ങിയതിന്റെയും തിരിച്ചവിടെ ഹാജരാക്കിയതിന്റെ രേഖയാണ് ഇപ്പോൾ ഞാൻ എന്റെ കൈ കിട്ടുകയും അത് ഞാൻ 2022 ഞാനത് പുറത്തുവിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? മാത്രവുമല്ല, ഇദ്ദേഹം ഈ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഫോറൻസിക് പല ഘട്ടങ്ങളിലെ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് അദ്ദേഹത്തിന്റെ ആണെന്നുള്ളത് തിരുവനന്തപുരം പോലീസിന്റെ തന്നെ ഫോറൻസിക് ലാബിൽ നിന്ന് പരിശോധിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ തൊണ്ടി വസ്തുവായ അടിവസ്ത്രം വെട്ടിത്തേച്ച് ചെറുതാക്കിയതാണെന്ന് ഫോറൻസിക് അതും FSL ലാബിൽ സ്ഥിരീകരിച്ച കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അത് നിൽക്കെ അതിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് എന്നെ പ്രതി ചേർത്തതെന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു യുക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ശിക്ഷ വിധിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അത്തരം വാദങ്ങളൊന്നും വിലപ്പോവില്ല. ഒരു സംശയമില്ല, അത്തരം വാദങ്ങൾ വിലപ്പോവില്ല. പക്ഷേ വിചാരണ നീണ്ടുപോയത് അത് ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് MLA ആകാനും മന്ത്രിയായിരിക്കാനും ഒക്കെ അവസരം ഒത്തുവന്നത്. കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ സാധാരണ ഒരു കേസിനും ഉണ്ടാകാത്ത ഒരു കാലതാമസമാണ് ഇതിലുണ്ടായത്. അതിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ രാഷ്ട്രീയമായ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ നിന്ന് ഇതിനെ വൈകിപ്പിക്കാൻ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു കേസിന് ഉണ്ടാകാത്ത തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടൽ പല കക്ഷികളിലും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഇടപെടൽ എങ്ങനെ ഉണ്ടായി, ഏത് തലത്തിൽ നിന്നുണ്ടായി എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിൽ മറ്റ് കേസുകളിൽ ഉണ്ടാകാത്തതുപോലെയുള്ള ഒരു സൗമനസ്യം അല്ലെങ്കിൽ ഒരു പരിഗണന കുറവ് ഈ കേസിൽ പല ഘട്ടങ്ങളിലും ജുഡീഷ്യൽ ഭാഗത്തുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം 2006 മുതൽ 2022 വരെയുള്ള 16 വർഷക്കാലമാണ്. ആ സമയത്ത് കേസ് വിളിക്കുമ്പോൾ പ്രതികൾ ആകുന്നില്ല എന്ന് കണ്ടിട്ട് എന്നുള്ളപ്പോൾ പോലും പലപ്പോഴും ഒരു വാറന്റ് പോലും പോയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഈ 2022 ഞാൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനത്തിൽ വാർത്ത കൊടുക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടം നമ്മുടെ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നത്. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു താരതമ്യം കൂടി പറഞ്ഞിരുന്നു. ഈ കേസ് അന്നിരുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 എന്ന കോടതിയിലായിരുന്നു. അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 അവിടെ നടക്കുന്ന ഒരു കേസുമായി ഞാൻ താരതമ്യം പറഞ്ഞിരുന്നു. അവിടെ ഒരു നിസ്സാരമായ ഒരു കേസിൽപ്പെട്ട ഒരാള് 2 തവണ ഹാജരാകാതെ വന്നപ്പോൾ വാറന്റ് ഇഷ്യൂ ചെയ്യുകയും അയാളെ പിന്നീട് കൊണ്ടുവന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് ഹാജരാക്കുകയും അങ്ങനെ കേസ് ഡിസ്പോസലായി. നമുക്ക് ഈ കോഴ്സിൽ നോക്കി ഇതൊക്കെ കാണാം. അത് ഡിസ്പോസൽ ആയതാണ്. അതേ കാലഘട്ടത്തിലുള്ള അതേ ക്രൈം നമ്പറിലുള്ള ഒരു കേസ് സാമ്പിളായിട്ട് ഞാൻ എടുത്ത് പരിശോധിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്ര സാധാരണക്കാരുടെ കേസിൽ അങ്ങനെയും ഇതുപോലുള്ള സ്വാധീനശേഷിയുള്ള ആളുകളുടെ കേസ് ഇങ്ങനെയും വരുമ്പോൾ എന്താണ് അനുമാനിക്കേണ്ടത്? ഞാൻ അനുമാനം മാത്രമേ എനിക്ക് കഴിയൂ. രേഖാമൂലം നമുക്ക് ഇക്കാര്യത്തിലൊന്നും ശരിയാണ് അനിൽ. എന്തായാലും അനിൽ ഇതിന്റെ പിന്നാലെ തന്നെ നടന്നു. എന്തായാലും ആന്റണി രാജുവിന് ഇപ്പോൾ ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. നന്ദി ശ്രീ അനിൽ ഇമ്മാനുവൽ. മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം.